ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു ഡിസൈൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട്, ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു വൈറ്റ് ക്ലോത്തിലാണ് ചെയ്തേക്കണത്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല വൈറ്റ് ക്ലോത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പിങ്ക് കളറുള്ളതാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് വൈറ്റ് പെൻസിൽ കൊണ്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പെൻസിൽ കൊണ്ടാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു കറക്റ്റ് ആ ഒരു ചെസ്റ്റ് പോർഷനിൽ വരുന്ന രീതിക്കാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിനകത്തേക്ക് പാറ്റേൺ വരുന്നത് ദേ ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേൺ നമ്മൾ അതായത് വരയ്ക്കുന്ന പാറ്റേൺ മാഞ്ഞു പോകുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ വേണ്ടതല്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ബീഡ്സ് വർക്ക് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഷേപ്പ്, നമ്മളുടെ ബീഡ്സ് വർക്കിൻ്റെ ഷേപ്പാണ് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഇതേപോലെ വരുന്ന ഷേപ്പിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അതായത് ആ സെൻറ്ററിൽ വരുന്നതിന് നല്ല ലെങ്ത് ഉണ്ടാവും, രണ്ട് സൈഡുകളിലേക്കും ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതേപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെയാണ് ഇത് വരുന്നത്. അങ്ങനെ എങ്ങനെയാണ് ആ ഡിസൈൻ വരുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളിത് മാർക്ക് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിന് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ മാഞ്ഞു പോകുന്ന രീതിയിൽ വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്, പക്ഷേ ഇത്രയും ഗ്യാപ്പൊന്നും വരണ്ട നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലെ ലൈൻസ് മാത്രം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡുകളിലേക്കായിട്ട് ചുമ്മാ പിന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്യാപ്പ് ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് വലിയ രീതി ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഷുഗർ ബീഡ്സാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ബീഡ്സ് വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഒരു ഗ്രേപ്പ് കളറുണ്ട്, ഒരു ഗ്രീൻ കളറുണ്ട്, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുത്തേക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ആൻറ്റിക് ഷെയ്ഡ്, ഞാൻ ഇതുപോലെ ഈ ഷെയ്ഡുകളാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ഒരു പിക്ചറിനകത്ത് വരുന്നത് യെല്ലോ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കളർ കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ കൊണ്ട് വേണമെങ്കിലും അത് ചെയ്യാം. പിന്നെ എല്ലാം നല്ലൊരു എന്താ പറയുന്നത്, അത്യാവശ്യം ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഒരു കളർ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് തീരെ അങ്ങ് ലൈറ്റായി പോകരുത്, എന്നാൽ ഒരുപാട് ഡാർക്ക്നെസ് ഉള്ള കളറിലേക്കാളും നല്ലത് കുറച്ച് ലൈറ്റായിട്ട് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് ആ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ 3 ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ ഒരു ലൈൻ നേരെ താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിലെ ലൈനാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും ലെങ്ത് ഉള്ള ലൈൻ, നമ്മൾ ആ കൊടുക്കുന്ന ഡിസൈൻ്റെ ഏറ്റവും ലെങ്ത് ഉള്ള ലൈൻ ഇതായിരിക്കും. രണ്ട് സൈഡുകളിലേക്കായിട്ടും ലെങ്ത് കുറഞ്ഞാണ് വരുന്നത്. അത് രണ്ട് സൈഡുകളിലും ഒരേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലൈൻസ് ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ലൈൻ ഇതുപോലെ സെയിം ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം ഒരേ സൈസിലൊക്കെ ബീഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ കട്ട് ബീഡ്സ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ബീഡ്സ് എടുക്കാം. ഷുഗർ ബീഡ്സ് ആകുമ്പോൾ ഓരോ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 ബീഡ്സ് വെച്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ 3 ബീഡ്സ് കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയറിൽ നെക്സ്റ്റ് കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മൾ ആ ഒരു ചെരിഞ്ഞ് വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓരോ ലൈൻസിൻ്റെ ലെങ്ത് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. താഴേക്ക് വരുമ്പോൾ കുറച്ച് കയറി നിൽക്കണം, അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ലൈൻ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യുകയാണ്, അടുത്ത കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതാണ് ആ ഒരു പാറ്റേൺ, ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കൊടുത്തേക്കുന്ന പാറ്റേൺ അത് കംപ്ലീറ്റ് ആയിട്ടും അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു വർക്കിൻ്റെ ഭംഗി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ഇതേപോലെ ഒരു വേവ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വേവിൻ്റെ അതേ ഷേപ്പ് തന്നെ നെക്സ്റ്റ് വേവിലും വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനാണ് നമ്മളിത് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ ഒരു ഫിനിഷിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കല്ലേ ഇത്. നിങ്ങൾക്ക് ഒരുപാട് ഹെവി പാറ്റേൺസ് ഒന്നും വരാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നവർ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ. അപ്പോൾ ആ ഒരു
പാറ്റേണിൻ്റെ ഔട്ട്ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചോദിച്ച ആൾക്കും അതുപോലെ കാണുന്നവർക്കും എല്ലാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതേപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലേക്കൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇന്നലെ വീഡിയോസായിട്ട് കാണാം. താങ്ക്